നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആധാറും പാനും നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം, ഓൺലൈനായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാർച്ച് 31, 2022 വരെ നമുക്ക് അതായത് 500 രൂപയായിരുന്നു ലേറ്റ് ഫീ. ഇപ്പോൾ നമുക്ക് 1000 രൂപ ആണ് ലേറ്റ് ഫീ വരുന്നത്. അതായത് മൈനർ ആണെങ്കിൽ 500, മേജർ ആണെങ്കിൽ 1000 രൂപ വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഓൺലൈനായിട്ട് അടച്ചിട്ട് അത് ലിങ്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ incometax.gov.in എന്ന സൈറ്റിലേക്ക് വരേണ്ടത്. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് incometax.gov.in എന്നാണ് സൈറ്റ്. അപ്പോൾ ആ സൈറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ലിങ്ക് ആധാർ എന്ന് കാണാം, അതുപോലെ ഈ ടാക്സ്, അങ്ങനെ ഒരുപാട് കാണാം. അപ്പോൾ അതിൽ ലിങ്ക് ആധാർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പാനും അതുപോലെ തന്നെ നിങ്ങളെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ പാനും അതുപോലെ തന്നെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം, വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലിഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ടു പേ ത്രൂ ഇ പേ ടാക്സ് എന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരിക. അപ്പോൾ നിങ്ങളെ പാൻ ഇവിടെ എൻ്റർ ചെയ്ത് തുടങ്ങുക. പാനോ ടാനോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാന് ഇവിടെ എൻ്റർ ചെയ്യുക, അതോടെ കൺഫേം ചെയ്യണം. നമ്മൾ ആ പാനിനെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ OTP വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP അതിലേക്ക് പോയിട്ടുണ്ടാവും. ആ OTP നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ യു ഹാവ് സക്സസ്ഫുള്ളി വെരിഫൈഡ് ത്രൂ മൊബൈൽ OTP എന്ന് കാണാം നമുക്കിവിടെ. അപ്പോൾ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. നമ്മൾ ഇൻകം ടാക്സ് അതുപോലെ ഈക്വലൈസേഷനും ലെവിയാണ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഇൻകം ടാക്സിൽ എന്ത് ചെയ്യുക, പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലേറ്റസ്റ്റ് അസസ്മെൻറ്റ് ഇയർ ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ അതർ റെസീറ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അതായത് നമ്മൾ പാൻ കാർഡിൻ്റെ കൊടുക്കുമ്പോൾ അതർ റെസീറ്റാണ് കൊടുക്കേണ്ടത്. 500, അതായത് അതർ റെസീറ്റ് എന്നുള്ള എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഇതിവിടെ 1000 രൂപീസ് ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ കണ്ടിന്യൂ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് താഴെ വന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് മെത്തഡാണ്. നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാം, നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നമുക്കിവിടെ ഫെഡറൽ ബാങ്ക് ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഫെഡറൽ ബാങ്കാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്ക് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസസ്മെൻറ്റ് ഇയർ അതുപോലെ ഫിനാൻഷ്യൽ ഇയർ അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് അപ്ലിക്കൽ ഹെഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നേരെ താഴോട്ട് വരിക. എന്നിട്ട് ഇവിടെ പേ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ എഗ്രീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ടു ബാങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഒരു CRN നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇവിടെ പേ നൗ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് അടയ്ക്കുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരിക. അവിടെ നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP നമ്മളെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും, അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് വീണ്ടും കൊടുക്കുക. അപ്പോൾ നമ്മൾ പാൻ ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് നമ്മൾ ഇങ്ങനെ, അതായത് നമ്മളൊരു ചാനൽ റേസിലേക്ക് വരുന്നത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്കത് റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചലാന് നമ്മളെ റെഫറൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ ആധാറും പാനായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലിങ്ക്ഡ് ആയില്ലെങ്കിൽ നമുക്ക് ഗ്രീവൻസിൽ പോയിട്ട് നമുക്ക് ഈ ഒരു റെഫറൻസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്വറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മിക്കവാറും 4-5 ദിവസം കൊണ്ട് നമുക്ക് നമ്മളെ ആധാർ ലിങ്ക്ഡ് ആവും. അപ്പോൾ എങ്ങനെയാണ് ആധാർ ഓൺലൈനായിട്ട് ലിങ്ക് ചെയ്യേണ്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.